നമസ്കാരം. ആർക്ക് ഓഫ് പ്രൊഫസിയുടെ ബൈബിൾ ക്ലാസ്സിലേക്ക് കർത്താവ് യേശുക്രിസ്തു ധന്യമുള്ള നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും വിശുദ്ധ ശബത്ത് വന്ദനവും അറിയിച്ചുകൊള്ളുന്നു. നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് തൃത്വമായിരുന്നു. ഈസ് ട്രിനിറ്റി എ ബിബ്ലിക്കൽ ഡോക്ട്രിൻ. ആദ്യ ദിവസം എന്താകുന്നു തൃത്വം? നമ്മുടെ പയോനിയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കൾ അതിനെ എപ്രകാരം കണ്ടിരുന്നു. എന്താണ് കാത്തലിക് ട്രിനിറ്റി? നമ്മൾ വിശ്വസിക്കുന്നു, ആര് വിശ്വാസം തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശരി എന്ന് കുറിച്ച് ചിന്തിച്ചു. അതേപോലെ തൃത്വം നമുക്ക് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ എപ്രകാരം കാണാമെന്നും സ്പിരിറ്റ് ഓഫ് പ്രോഫസിയുടെ ബാക്കിയുള്ള കൊട്ടേഷനുകളിൽ നമുക്ക് എപ്രകാരം കാണാമെന്നും നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ഇതിൻ്റെ 3ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കർത്താവെ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യത്വത്തെക്കുറിച്ചാണ്. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടിയിൽ മാത്രമല്ല പിതാവേ, തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഉപദേശത്തിന്റെ അനേക കാറ്റുകൾ ഇന്ന് ഭൂമിയിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമേ, സത്യത്തിൽ നമുക്ക് ഓർത്ത് നിൽക്കുക കൃപശനെ പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്നവർ അത് അപ്രകാരം തന്നെയാണോ എന്ന് പരിശോധിക്കാൻ കൃപശനെ പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിന്നെ അറിയുന്നത് തന്നെ, ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. പിതാവേ, അടിയങ്ങൾ അതിലേക്ക് കടക്കുന്നു. ക്രിസ്തു ദൈവമാകുന്നു എന്ന് തിരുവചനത്തിൽ കൂടി സ്പിരിറ്റ് ഓഫ് പ്രോഫസിയിൽ കൂടി അടിയങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കൃപശനെ പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ഹൃദയത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിക്കാൻ കൃപ ചെയ്യണമെന്ന് ഞാൻ പ്രാവശ്യം എല്ലാ കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഒരു കൊട്ടേഷൻ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. T.Y. ഗിബ്സൺ എന്ന വ്യക്തി എ ഗോഡ് നെയിം ഡിസയർ എന്ന പുസ്തകത്തിൽ ഇപ്രകാരം എഴുതുന്നു. നമുക്ക് ഇതിൽ ഈ കൊട്ടേഷൻ കിടക്കുമ്പോൾ ഒരു കാര്യം അറിയാം. തിരുവചനം പറയുന്നു ദൈവം സ്നേഹമാകും എന്നുള്ള കാര്യം നമ്മൾ നോക്കും. ഗോഡ് ഈസ് ലവ്, തിരുവചനം പറയുന്നതാണ്. ഇനി ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ കൊട്ടേഷൻ വായിക്കാം. 3 ഈസ് ദ എസെൻഷ്യൽ ന്യൂമറിക് വാല്യൂ ഓഫ് ലവ്. 3 എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ സംഖ്യാപരമായ ഒരു മൂല്യമാണ്. വേർ there is only one person, love cannot occur. ഒരു വ്യക്തി മാത്രമുണ്ടെങ്കിൽ സ്നേഹത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല. അത് നമുക്ക് സാധാരണ ചിന്തയിൽ നമ്മളൊന്ന് ചിന്തിക്കുക. ഒരു വ്യക്തി മാത്രമുണ്ടെങ്കിൽ അവിടെ എവിടെ സ്നേഹമാണ്? അവിടെ എവിടെയായിരിക്കും സ്നേഹം? കാരണം സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ വേറൊരു വ്യക്തിയും കൂടെ വേണം. Where there are two, each is the sole recipient of others' attention, giving place for self-absorption. ഇപ്പോൾ 2 പേര് മാത്രമാണെങ്കിൽ ഓരോ വ്യക്തികളും ആ സ്നേഹത്തിന് മുഴുവൻ ഭാഗവും അങ്ങനെ പരസ്പരം കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ സെൽഫ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ സ്വയത്തിൽ മാത്രം കേന്ദ്രിതമായിട്ടുള്ളൊരു ബന്ധമായി മാറും. ബട്ട് ദ മൂമെന്റ് ദർ ആർ 3, പക്ഷേ ഒരു ബന്ധത്തിൽ 3 വ്യക്തികളുണ്ടാകുമ്പോൾ ഈച്ച് റെസിപ്പിയന്റ് ഓഫ് എനി വൺസ് ലവ് മസ്റ്റ് ഓൾസോ ഹംബ്ലി ഡിഫർ ദി അറ്റൻഷൻ ടു തേർഡ് പാർട്ടി. ഈ 3 വ്യക്തികൾ, ഒരു വ്യക്തി സ്നേഹം മുഴുവൻ ലഭിക്കുമ്പോൾ അതേപോലെ ആ താല്പര്യം മറ്റൊരു വ്യക്തിക്ക് കൂടി കിട്ടണം. ആ 3 മൂന്നാമത്തെ വ്യക്തിക്ക് കൂടി കിട്ടാൻ അവർ തീരുമാനിക്കണം. And each one is the third party to other 2. അതേപോലെ ഓരോ വ്യക്തികൾ ബാക്കി 2 പേർക്ക് മൂന്നാമത്തെ വ്യക്തിയാകുന്നു. ഇപ്പോൾ ഇത് പറഞ്ഞത് വേറൊന്നുമല്ല. 3 വ്യക്തി, ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ സ്നേഹമില്ല. കാരണം സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ ആരുമില്ല. 2 വ്യക്തികൾ സ്നേഹിക്കപ്പെടാനും സ്നേഹം നൽകാനുമാണുണ്ട്. പക്ഷേ അവർ പരസ്പരം മാത്രം സ്നേഹം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യും. അപ്പോൾ അതൊരു സെൽഫിഷ് അല്ലെങ്കിൽ സ്വയത്തെ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു ബന്ധമായി മാറുന്നു. പക്ഷേ 3 ഉള്ളപ്പോൾ, ഉദാഹരണത്തിന് ഞാൻ ഒരു വ്യക്തി, വേറെ വ്യക്തി, ഈ 2 വ്യക്തികളെയും ഞാൻ സ്നേഹിക്കും. അതേപോലെ ഈ വ്യക്തി എന്നോട് സ്നേഹിക്കും, അതേസമയം ഞാൻ ഈ വ്യക്തി മറ്റു വ്യക്തിയും കൂടി സ്നേഹിക്കണം. ഇത് നമുക്ക് കുടുംബ ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഭർത്താവ് കാണും, ഭാര്യ കാണും, കുഞ്ഞ് കാണും. ഭർത്താവ് ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കുന്നു. അതേപോലെ ഭർത്താവ് അച്ഛൻ കുഞ്ഞിനെയും അമ്മ കുഞ്ഞിനെയും സ്നേഹിക്കുന്നു. ഈ ഒരു പിതാവാകട്ടെ, ആ പിതാവ് ആഗ്രഹിക്കുന്ന ആ കുഞ്ഞ് പിതാവിനെ മാത്രം സ്നേഹിക്കണം എന്നല്ല, അതേപോലെ അല്ലെ അതേക്കാൾ ഉപരി അമ്മയെ സ്നേഹിക്കണം എന്നായിരിക്കും. അപ്പോൾ ഒരു പിതാവ് എന്ത് ചെയ്യാണ്? ഒരു സെൽഫ് സാക്രിഫിഷ്യൽ ലവ്, സ്വയത്തെ ത്യജിക്കുന്ന. കുഞ്ഞിനെ അത്രത്തോളം ഇഷ്ടപ്പെടും, പക്ഷെ ഭാര്യയെ അത്രത്തോളം ഇഷ്ടമാണ്. ആ പിതാവ് കുഞ്ഞിൽ നിന്നും ഇഷ്ടം കൂടുതൽ കിട്ടുവാൻ ആഗ്രഹിക്കത്തില്ല. അതിനേക്കാൾ ഉപരി കൂടുതൽ ഇഷ്ടം ആ മൂന്നാമത്തെ വ്യക്തിയായ അമ്മയ്ക്ക് കൂടി കിട്ടാൻ ആ പിതാവ് ആഗ്രഹിക്കും. ഇതാകുന്നു ആ പറഞ്ഞതിൻ്റെ സാരം എന്ന് പറയുന്നത്. 3 വ്യക്തികളുള്ളപ്പോഴാണ് സ്നേഹത്തിന് യഥാർത്ഥ രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്യുവർ സെൽഫിഷ്നെസ് ക്യാൻ നൗ occur by the virtue of the fact that each one must love and be loved with both an inclusive and a divided interest.
യഥാർത്ഥമായ സെൽഫിഷ്നെസ് അല്ലെങ്കിൽ സ്വയത്തെ മാത്രം കേന്ദ്രീകരിക്കുന്നത് അത് ഉണ്ടാകുന്നത് എന്ത് ചെയ്യണം? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കും, വേറെ ആരെയും സ്നേഹിക്കാതെ പരസ്പരം മാത്രം സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു സാഹചര്യത്തിലാണ്. ഇഫ് ഗോഡ്സ് എസെൻഷ്യൽ ഐഡന്റിറ്റി ഈസ് ട്രേസബിൾ ടു എ സോളിറ്ററി സെൽഫ്ഹുഡ് വിച്ച് കുഡ് ബി ദ കേസ്, ഇപ്പോൾ ദൈവം ഏകനാണ്, ഒരു വ്യക്തി മാത്രമാണ് ദൈവം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇഫ് ജീസസ് ഇൻ എനി സെൻസ് ഹാഡ് എ പോയിന്റ് ഓഫ് ബിഗിനിങ്, ക്രിസ്തുവിന് ഒരു ആരംഭമുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് ദ ഹോളി സ്പിരിറ്റ് ഡസ് നോട്ട് എറ്റേണലി എക്സിസ്റ്റ് വിത്ത് എ ഡിസ്റ്റന്റ് പേഴ്സൺഹുഡ്, പരിശുദ്ധാത്മാ വേറൊരു വ്യക്തി അല്ലെങ്കിൽ, then love is not essential to God's nature. അങ്ങനെയാണെങ്കിൽ സ്നേഹം ഒരിക്കലും ദൈവത്തിന് സ്വയമാകത്തില്ല. തിരുവചനം പറയും ദൈവം സ്നേഹമാകുന്നു. ദൈവം ഒരു വ്യക്തി മാത്രമാണെങ്കിൽ ദൈവത്തിന് എങ്ങനെ സ്നേഹമാകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. Said more simply, if Father, Son and Holy Spirit are not eternally co-existent and cannot be said with any coherence that God is love. കുറച്ചുകൂടി ലളിതമാക്കി പറയുകയാണെങ്കിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്ന് വ്യക്തികളും അവൻ എന്നേക്കുമായിട്ട് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ദൈവം ഒരിക്കലും സ്നേഹമാകുന്നു എന്ന് പറയാൻ സാധിക്കില്ല. തൃത്വത്തെ മനസ്സിലാക്കാൻ, നമ്മൾ വിശ്വസിക്കുന്ന തൃത്വത്തെ മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ വേറൊരു കൊട്ടേഷൻ നമുക്ക് ആവശ്യമില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കർത്താവ് യേശു ക്രിസ്തു ദൈവമാകുന്നില്ല എന്നാണ്. സെവൻത് അഡ്വന്റിസ്റ്റ് ചർച്ചിന്റെ ഉള്ളിലുള്ള ആന്റി ട്രിനിറ്റേറിയൻ ഗ്രൂപ്പ്സ്, അങ്ങനെ തന്നെ അവർ വിളിക്കാം ആന്റി ട്രിനിറ്റേറിയൻ ഗ്രൂപ്പ്സ്. ആ ഗ്രൂപ്പ് അവർ പഠിപ്പിക്കുന്നത് പിതാവായ ദൈവം ഒന്നാണ്. എലിജിബേറ്റോ അതാണ് സ്പിരിറ്റ് പ്രൊഫസിയും അതാണ് പറയുന്നത്. എല്ലാം അവരാണ് ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്നില്ല. പക്ഷെ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കണ്ടു ആ ട്രിനിറ്റി കാത്തലിക് ട്രിനിറ്റിയാണ്. പക്ഷെ അത് അങ്ങനെ ജനങ്ങളെ അവർ തെറ്റിദ്ധരിപ്പിക്കുന്നു. ആ ട്രിനിറ്റിയിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ദൈവമാണ്. എന്നിട്ട് അവർ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തു ദൈവമാകുന്നു എന്ന് അവർ സമ്മതിക്കത്തില്ല. ക്രിസ്തു ദൈവമാണെന്ന് സമ്മതിക്കത്തില്ല. പക്ഷെ തിരുവചനം പറയുന്നു ക്രിസ്തു ഇനി കൂടാതെ ആർക്കും നിത്യജീവൻ പ്രാപിക്കില്ല. പുത്രനുള്ളവനെ പിതാവുള്ളൂ, പിതാവുള്ളവന് പുത്രനുണ്ട്, പുത്രനില്ലെങ്കിൽ അവർക്ക് പിതാവ് ഉണ്ടാകുകയില്ല. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് കാൽവരിയിൽ മരിച്ചപ്പോൾ ആ ത്യാഗത്തെ വില കുറിച്ച് കാണുന്ന ഒരു ഏർപ്പാടാണ് ഈ ചിന്ത. കാരണം ക്രിസ്തു ഭൂമിയിൽ വന്ന് മരിച്ചപ്പോൾ ദൈവം മനുഷ്യന് വേണ്ടി മരിക്കുന്നു. അതാകുന്നു ദൈവത്തിന്റെ ദിവ്യസ്നേഹം. അതാകുന്നു ക്രൂശിനെ ഏറ്റവും ഉയരത്തിൽ എത്തിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ ആന്റി ട്രിനിറ്റേറിയൻ ഗ്രൂപ്പ് അവർ പഠിപ്പിക്കുന്നത്, അവർ ഉപദേശിക്കുന്നത് ക്രിസ്തു ദൈവമല്ലെന്നാണ്. ക്രിസ്തു ഏതോ ഒരു സമയത്ത് സൃഷ്ടിക്കപ്പെട്ടു എന്ന് ചിലർ വാദിക്കുന്നു. ചിലർ അതിന് ഉപയോഗിക്കുന്ന ഒരു തിരുവചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16. തന്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇവിടെ ജാതൻ ജനിച്ചു. അത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ബിഗോട്ടൻ ആണ്. നമുക്ക് വംശപാരമ്പര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ അച്ഛൻ മകനെ ബിഗോട്ടൻ ചെയ്തു എന്ന വാക്കാണ്, അല്ലെങ്കിൽ ജനിപ്പിച്ചു. ഇതേ വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചിലർ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലർ വിശ്വസിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിനെ ദൈവം ഏതോ ഒരു കാലഘട്ടത്തിൽ സൃഷ്ടിച്ചതാണ്. അങ്ങനെയാണോ? അല്ല. നമ്മൾ തിരുവചനത്തെ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കണം. ബിഗോട്ടൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എന്ന് പറയുന്നത് മോണോജീൻസ് എന്നാണ്. MONOGENES, മോണോജീൻസ്. അതിന്റെ അർത്ഥം പല വാക്കുകളാണ്. ഒള്ളി, മാത്രമായ, വൺ ആൻഡ് ഓൺലി, ഇത് ഒന്നു മാത്രം, ഒള്ളി ബിഗോട്ടൻ, ഏകജാതൻ. അപ്പോൾ ഇതിന്റെ യഥാർത്ഥ വാക്ക് ഗ്രീക്ക് വാക്കാണ്. ഇതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഈ ഗ്രീക്ക് വാക്കിന്റെ എല്ലാ അർത്ഥവും ഇതിൽ ഉൾക്കൊള്ളുന്നില്ല. കർത്താവ് യേശു ക്രിസ്തു ഒരിക്കൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാകുന്നുവെങ്കിൽ ക്രിസ്തു ഒരിക്കലും ദൈവമാകത്തില്ല. കാരണം ദൈവത്തിന് ആരംഭവും അവസാനവുമില്ല എന്ന് ദൈവത്തിന്റെ തിരുവചനം വ്യക്തമാക്കുന്നു. നമ്മൾ ഗ്രീക്ക് ലെക്സിക്കൺ എന്ന ഡിക്ഷണറി നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ മോണോജീൻസിന് 2 ഡെഫിനേഷൻ നൽകുന്നുണ്ട്. pertaining to the being the only one of his kind within a specific relationship. ഒരു വ്യക്തിയെ പോലെ മാത്രമുള്ള ഈ വ്യക്തിയെ പോലെ ഉള്ള ഈ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. പേഴ്സൺ എ പോലെ പേഴ്സൺ ബി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതാണ് ഈ മോണോജീനസ് എന്ന് പറയുന്നത്. അവർ തമ്മിൽ ഒരു പ്രത്യേകമായ ഒരു ബന്ധമുണ്ടാകും. ആൻഡ് pertaining to the being only one of his kind
or class unique in kind. ഒരു വ്യക്തി ബാക്കിയൊരു വ്യക്തിയായിട്ട് സംബന്ധിച്ച് ഇതേപോലൊരു വേറൊരു വ്യക്തിയില്ല, ഇതേപോലൊരു ബന്ധം വേറെ ഒരു വ്യക്തിയുമായിട്ട് ഇല്ല എന്നുള്ള അർത്ഥം കൂടി ഉണ്ട്. അപ്പൊ ഈ മോണോജീൻസ് എന്ന വാക്ക് ക്രിസ്തുവിനെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള അർത്ഥമല്ല. കാരണം നമ്മൾ തിരുവചനം കൊണ്ട് തന്നെ നമ്മൾ തിരുവചനത്തെ വ്യാഖ്യാനിക്കണം. എബ്രായ ലേഖനം 11:18 ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന അരുളപ്പാട് ലഭിച്ച വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. എബ്രായ ലേഖനം 11:18. ഇത് ആരെ അർപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്? ഇസ്ഹാക്കിനെ അർപ്പിച്ചു? അബ്രഹാം. ഇവിടെ പറയുന്നു ഏകജാതൻ. ചോദ്യം, അബ്രഹാമിന് ആകെ ഉള്ള പുത്രൻ ഇസ്ഹാക്ക് മാത്രമാണോ? അല്ല, ഇശ്മേൽ പിന്നെ ആരാണ്? അപ്പോൾ എന്തുകൊണ്ട് ദൈവം തിരുവചനം ഇവിടെ ഏകജാതൻ എന്ന വാക്ക് ഉപയോഗിച്ചു? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലപദം, ദ റൂട്ട് വേർഡ് ഈസ് മോണോജീൻസ്. എന്തുകൊണ്ട് ദൈവത്തിന് തിരുവചനം ഇപ്രകാരം ഒരു വാക്ക് ഉപയോഗിച്ചു? വേറെ ഒരു കാരണവുമില്ല. കാരണം ഇസഹാക്ക് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരം ജനിച്ച സന്തതിയാണ്. ഇസഹാക്കിനെ പോലെ വേറെ ഒരു വ്യക്തിയുമില്ല. അപ്പോൾ ഇതിന്റെ അതേ അർത്ഥമല്ല, ഏകജാതം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു പുത്രൻ എന്നുള്ള അർത്ഥമല്ല ഇവിടെ വരുന്നത്. അതേപോലെ നമ്മൾ ഫിലെമോൻ ലേഖനം 1:10 തടവിൽ ഇരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിനോട് വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അപ്പോസ്തലൻ പൗലോസ് ഒനേസിമോസിന് വേണ്ടി ഇവിടെ പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരുന്ന വാക്ക് ജനിപ്പിച്ചു എന്നാണ്. മലയാളത്തിൽ ജനിപ്പിച്ചു ആണെങ്കിലും യഥാർത്ഥ മൂലപദം എന്ന് പറയുന്നത് മോണോജീൻസ് ആണ്. ഞാൻ വായിച്ചത് ഫിലെമോൻ 1:10. അവിടെ ഞാൻ തടവിൽ ഇരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകൻ. ഒനേസിമോസ് ഒരിക്കലും സ്വന്തം പുത്രനല്ല പൗലോസിന്റെ. പക്ഷേ ഇവിടെ ഇംഗ്ലീഷിൽ നമ്മൾ ആ വാക്കൊന്ന് വായിച്ചു നോക്കിയാൽ തന്നെ പോലെ ഒരാള് എന്നുള്ള അർത്ഥമാണ് അവിടെയും വരുന്നത്. 1 കൊരിന്ത്യർ 4:15 നിങ്ങൾ ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തു യേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മോണോജീൻസ് സുവിശേഷത്താൽ ജനിപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്നെ പോലെ നിങ്ങളും. ക്രിസ്തുവിലുള്ള വിശ്വാസം, നമ്മൾ അവിടെ ആണെന്നില്ല പെണ്ണെന്നില്ല യഹൂദനില്ല എല്ലാവരും ഒരേപോലെ ആകുന്നു ദൈവം തിരുവചനം പറഞ്ഞു. അത് പൗലോസ് എന്നെ പോലെ തന്നെ നിങ്ങളും സുവിശേഷത്തിൽ നിങ്ങൾ ജനിച്ചവരാകുന്നു. അപ്പോൾ മോണോജീൻസ് ഏകജാതൻ അല്ലെങ്കിൽ ജാതൻ ജനിപ്പിച്ചു. മലയാളത്തിൽ പല വിധത്തിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ വാക്കുകളെല്ലാം ഉപയോഗിക്കുന്ന ക്രിസ്തു എന്ന് പറയുന്നത് പിതാവിനെ പോലെ ഉള്ള ഒരു വ്യക്തി, പിതാവിനെ പോലെ ഉള്ള ഏക വ്യക്തി, പിതാവുമായിട്ട് വളരെ പ്രത്യേക ബന്ധമുള്ള വ്യക്തിയുമായിട്ടാണ് തിരുവചനം നമുക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയത്. ഈ മാസം നമ്മൾ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കർത്താവ് യേശു ക്രിസ്തുവിനെ വിളിക്കുന്ന വേറൊരു നാമം വേദപുസ്തകത്തിൽ മിഖായേലാണ്. മിഖായേൽ എന്ന വാക്കിനർത്ഥം വൺ ഹൂ ഇസ് ലൈക്ക് ഗോഡ്, ദൈവത്തെ പോലെ ഒരുവൻ. മോണോജീൻസ്, വൺ ഓഫ് ഹിസ് കൈൻഡ്, അവനെ പോലെ ഒരുവൻ, അല്ലേ? ഈ വ്യക്തിയെ പോലെ ഈ വ്യക്തി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥത്തിന്റെ പരിപൂർണത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി സ്പിരിറ്റ് ഓഫ് പ്രൊഫസി കൊട്ടേഷൻ എന്ന് നമുക്ക് കേൾക്കാം. പാട്രിയാർക്സ് ആൻഡ് പ്രോഫറ്റ്സ് വൈ സിൻ വാസ് പെർമിറ്റഡ് എന്ന ചാപ്റ്ററിൽ എന്തുകൊണ്ട് പാവത്തെ അനുവദിച്ചു എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പാട്രിയാർക്സ് ആൻഡ് പ്രോഫറ്റ്സ് എന്ന പ്രവാചകരുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: ദി സോവറിൻ ഓഫ് ദി യൂണിവേഴ്സ് വാസ് നോട്ട് എലോൺ ഇൻ ഹിസ് വർക്ക് ഓഫ് ബെനിഫിഷൻസ്. ഈ ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിന്റെ പരമാധികാരി തന്റെ ഈ വേലയിൽ അവൻ ഒറ്റയ്ക്കല്ലായിരുന്നു. ഹി ഹാഡ് എൻ അസോസിയേറ്റ്, എ കോവർക്കർ. അവന് ഒരു കൂട്ടാളി ഉണ്ടായിരുന്നു, കൂടെ വേല ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ഹൂ കുഡ് അപ്രീഷിയേറ്റ് ഹിസ് പർപ്പസ് ആൻഡ് കുഡ് ഷെയർ ഹിസ് ജോയ് ഇൻ ഗിവിംഗ് ഹാപ്പിനെസ് ടു ക്രിയേറ്റഡ് ബീയിങ്സ്. താൻ സൃഷ്ടിച്ച ജീവജാലങ്ങൾക്ക് അവന്റെ സന്തോഷം പകരുന്നതിനും അതേപോലെ അവന്റെ ഉദ്ദേശത്തിനും പങ്കുവയ്ക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം തിരുവചനം യോഹന്നാൻ 1:1-2 എന്താണ് പറയുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. സോവറിൻ ഓഫ് ദി യൂണിവേഴ്സ് വാസ് നോട്ട് എലോൺ ഇൻ ഹിസ് വർക്ക് ഓഫ് ബെനിഫിഷൻസ്. ഈ ലോകത്തിന്റെ പരമാധികാരി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ അവൻ ഒറ്റയ്ക്കല്ലായിരുന്നു. ക്രൈസ്റ്റ് ദ വേർഡ്, ദി ഓൺലി ബിഗോട്ടൻ ഓഫ് ഗോഡ്, വാസ് വൺ വിത്ത് ദി എറ്റേണൽ ഫാദർ. സ്പിരിറ്റ് പ്രൊഫസർ പറയുന്നത് ക്രിസ്തു, വചനമാകുന്ന ക്രിസ്തു, പിതാവിൽ നിന്നും ഏകജാതൻ, ഈ ബിഗോട്ടൻ മോണോജീൻസ് എന്ന വാക്കാണ് അവിടെ വരുന്ന, ആ അർത്ഥമാണ് ഇവിടെ വരുന്നത്. വാസ് വൺ വിത്ത് എറ്റേണൽ ഫാദർ. നിത്യനാം പിതാവായിട്ട് അവൻ ഒന്നായിരുന്നു. തിരുവചനത്തിൽ വീണ്ടും ഞാൻ എൻ്റെ പിതാവും
ഒന്നാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം നമ്മളോട് വായിച്ചു, ഞാൻ എൻ്റെ പിതാവ് ഒന്നാകുന്നു എന്ന് പരീക്ഷന്മാരോട് എല്ലാവരോട് പറഞ്ഞു. അപ്പോൾ പരീക്ഷന്മാർ എന്ത് ചെയ്യുന്നു? നീ ദൈവദൂഷണം പറയുന്നു, നീ തന്നെത്താൻ ദൈവമാക്കുന്നു എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. പലയിടത്തും ഇത് പറയുന്നുണ്ട്. ഈസ് വൺ വിത്ത് ദി ഫാദർ, എറ്റേണൽ ഫാദർ, വൺ ഇൻ നേച്ചർ. ഇവിടെയാണ് ആ ഏകത വരുന്നത്. അവർ രണ്ടിൽ ഒരു വ്യക്തി എന്നല്ല. ഇന്ന് കാത്തലിക് ട്രിനിറ്റി പഠിപ്പിക്കുന്നത് പോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈസ് കോൺസബ്സ്റ്റൻസ് ഓ കോൺസബ്സ്റ്റാൻഷ്യൽ. ഒരു വ്യക്തിയാണ്, ഒരു ശരീരമാകുന്നു. വേറെ അർത്ഥത്തിൽ ഒരു ശരീരമാകുന്നു എന്ന് അല്ല ഇവിടെ പറയുന്നത്. പക്ഷെ വൺ, അവരെങ്ങനെയാണ് ഒന്ന്? പിതാവും പുത്രനും ഒന്നാണ്. എങ്ങനെ? വൺ ഇൻ നേച്ചർ, അവരുടെ പ്രകൃതത്തിൽ, ഇൻ ക്യാരക്ടർ, സ്വഭാവത്തിൽ, ഇൻ പർപ്പസ്, ഉദ്ദേശത്തിൽ. ദ ഓൺലി ബീയിങ് ദാറ്റ് കുഡ് എൻ്റർ ഇൻ ടു ഓൾ ദ കൗൺസിൽസ് ആൻഡ് പർപ്പസ് ഓഫ് ഗോഡ്. ഈ വ്യക്തിക്ക് മാത്രമാണ് പിതാവെ ദൈവത്തിന്റെ എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ തീരുമാനങ്ങളിലും കടക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് യെശയ്യാവിന്റെ പ്രവചനം 9-ാം വാക്യത്തിൽ അവനെ കുറിച്ച് എന്ത് പറയുന്നു? അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അതേപോലെ മീഖ 5:2 പറയുന്നുണ്ട്, അവന്റെ ഉദ്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതുമുള്ളത് തന്നെ. അവന്റെ ഉദ്ഭവം പണ്ടേ ഉള്ളതും, ബിക്കോസ് ഹീസ് പണ്ടേ ഉള്ളതെന്ന് പറയുമ്പോൾ അവൻ ആരംഭം അവിടെ ഇല്ല. ആൻഡ് ദി സൺ ഓഫ് ഗോഡ് ഡിക്ലെയർസ് കൺസേണിങ് ഹിംസെൽഫ്. എന്നിട്ട് പുത്രനായ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ പുത്രൻ തന്നെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അത് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത് അറിയാമോ? സദൃശ്യവാക്യം 8-ാം അധ്യായം അതിന്റെ 22 മുതൽ 30 വരെ. സദൃശ്യവാക്യം 8-ാം അധ്യായം 22 വരെ 30 വരെ. അത് ഇപ്രകാരം വായിക്കുന്നു: യഹോവ പണ്ടുപണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയിൽ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. വെള്ളത്തിൽ നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിന് മുൻപേ കുന്നുകൾ മുമ്പേ ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിന്റെ പൊടിയെയും തുകയെയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആഴത്തെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാത്തവണ്ണം അവൻ സമുദ്രത്തിന് അതിർ വച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഇടവിടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനം പ്രതി അവന്റെ പ്രമോദം. ക്രിസ്തു എന്ത് ചെയ്യുന്നു? പിതാവിന്റെ ദിനം പ്രതിയുള്ള അവന്റെ പ്രമോദമായിരുന്നു. ഹി വാസ് ഹിസ് ജോയ്, ഹിസ് പ്ലഷർ. പാറ്റേഴ്സ് ആൻഡ് പ്രോഫറ്റ്സിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് കൊട്ടേഷൻ നമുക്കിവിടെ കാണാം. നമ്മൾ പലപ്പോഴും ഈ വ്യക്തികൾ ആന്റി ട്രിനിറ്റേറിയൻസിന്റെ പ്രശ്നം എന്താണ്? അവൻ പിതാവല്ല ഒന്നാകുന്നു. പക്ഷെ അല്ല, നമ്മൾ കണ്ടു ആന്റി ട്രിനിറ്റേറിയൻ ക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്നു. കാരണം സത്യം അങ്ങുമല്ല ഇങ്ങുമല്ല, അതിൻ്റെ ഇടയിലാണ് കിടക്കുന്നത് ഈ കാലത്ത്. കാരണം രണ്ട് ഗ്രൂപ്പുകൾ രണ്ട് അറ്റത്താണ്, പക്ഷെ സത്യം എന്ന് നടുക്കാണ് വരുന്നത്. ആന്റി ട്രിനിറ്റേറിയൻ ഗ്രൂപ്പ് പഠിപ്പിക്കുന്നത് ക്രിസ്തു ദൈവമല്ല. പക്ഷെ അങ്ങനെ പറയുന്നവരോട് എനിക്ക് കൊട്ടേഷൻ വായിക്കണം. പാറ്റേഴ്സ് ആൻഡ് പ്രോഫറ്റ്സിൽ അതേ അധ്യായത്തിൽ വൈ സിൻ വാസ് പെർമിറ്റഡ് എന്ന അതേ അധ്യായത്തിൽ പറയുന്നു, ടു ഡിസ്പ്യൂട്ട് ദി സുപ്രമസി ഓഫ് ദി സൺ ഓഫ് ഗോഡ്, ദ സുപ്രമസി ഓഫ് ദി സൺ ഓഫ് ഗോഡ്, thus impeaching the wisdom and love of the creator had become the purpose of the prince of angels. ദൂതന്മാരുടെ നേതാവിന് ദൈവത്തെ സ്നേഹത്തെ തള്ളിക്കളയുന്നുള്ള യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് പുത്രനായ ദൈവത്തിന്റെ പുത്രന്റെ പരമാധികാരിതയെ ചോദ്യം ചെയ്യുന്നതാണ്. ക്രിസ്തുവിന്റെ പരമാധികാരിത ചോദ്യം ചെയ്യുക. ഇതായിരുന്നു പിശാചിന്റെ ലക്ഷ്യം. ഇതേ ലക്ഷ്യമാണ് ആന്റി ട്രിനിറ്റേറിയൻസ് ഇപ്പോൾ തുടർന്നു പോകുന്നത്. ദുഃഖകരെന്ന് പറയട്ടെ. To this object he was about to bend the energies of that mastermind which next to Christ was first among the host of God. അവൻ കർത്താവ് യേശുക്രിസ്തുവിന് തൊട്ട് താഴെയായിരുന്നു. അവന്റെ മുഴുവൻ ഊർജവും അവൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചു. ഇവിടെ പറയാൻ കാരണമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്തുവിന് എന്ത് പേരുണ്ടായിരുന്നു? മിഖായേൽ. നമ്മൾ പ്രവചന രേഖ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുമ്പോൾ ക്രിസ്തു ആദ്യം ദൂതന്മാരുടെ പ്രധാനിയായിരുന്നു. പിതാവേ ദൈവം ക്രിസ്തുവിന് യഥാർത്ഥ സ്ഥാനം ദൂതന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഈ സമയത്തായിരുന്നു പിശാച് ഈ വൻ പോരാട്ടത്തിന്റെ ആരംഭം കുറിച്ചത്.
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം എന്ത് ചെയ്തു? ക്രിസ്തുവിന്റെ സ്ഥാനം എന്താകുന്നു എന്ന് ഇവർക്ക് വിളിച്ചു കാട്ടുവാൻ, സ്വർഗത്തെ ദൂതമാർക്കെല്ലാം വിളിച്ചു കാട്ടുവാൻ പിതാവ് ആഗ്രഹിച്ചു. ആ സമയത്തുള്ള കൊട്ടേഷൻ ഞാൻ പാറ്റേഴ്സൺ പ്രൊഫസർ തന്നെയാണ് ഇതും എടുത്തിരിക്കുന്നത്. ദി കിങ് ഓഫ് ദി യൂണിവേഴ്സ് സമൺ ദി ഹെവൻലി ഹോസ്റ്റ് ബിഫോർ ഹിം. ഈ ലോകത്തിന്റെ പ്രഭു, രാജാവ്, സകല സ്വർഗീയ വാസികളെയും അവന്റെ മുമ്പിൽ വിളിച്ചു വരുത്തി. ദാറ്റ് ഇൻ ദ പ്രസൻസ്, അവരുടെ സാന്നിധ്യത്തിൽ, ഹി മൈറ്റ് സെറ്റ് ഫോർത്ത് ദ ട്രൂ പൊസിഷൻ ഓഫ് ഹിസ് സൺ, അവന്റെ പുത്രന്റെ യഥാർത്ഥ സ്ഥാനം എല്ലാവരുടെ മുമ്പിൽ തുറന്നു വയ്ക്കാനും, ആൻഡ് ഷോ ദ റിലേഷൻ ഹി സസ്റ്റെയിൻ ടു ഓൾ ദി ക്രിയേറ്റഡ് ബീങ്സ്, താൻ സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളുമായിട്ടുള്ള അവന്റെ ബന്ധം എന്താകുന്നു എന്നും കാണിക്കുവാൻ. ദ സൺ ഓഫ് ഗോഡ് ഷെയർഡ് ദ ഫാദർസ് ത്രോൺ, അവൻ പിതാവെ ദൈവത്തിന്റെ സിംഹാസനം പങ്കുവച്ചു. ആൻഡ് ദി ഗ്ലോറി ഓഫ് ദി എറ്റേണൽ സെൽഫ് എക്സിസ്റ്റന്റ് വൺ എൻസർക്കിൾഡ് ദ ബോത്ത്, നിത്യനും സ്വയത്തിൽ തന്നെ അല്ലെങ്കിൽ സ്വയമായിട്ട് തന്നെ നിലനിൽക്കാൻ പറ്റുന്നതിന്റെ പ്രഭ പിതാവായ ദൈവത്തിലും പുത്രനിലും വളഞ്ഞു എന്ന് പറയുന്നു. കാരണം എന്താണ് പറയുന്നത്? പിതാവിനും പുത്രനും വളഞ്ഞിരിക്കുന്ന ഗ്ലോറി എന്തായിരുന്നു? ഗ്ലോറി ഓഫ് എറ്റേണൽ സെൽഫ് എക്സിസ്റ്റൻസ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ക്രിസ്തു എറ്റേണലാണ്, നിത്യനാണ്, അതേപോലെ സെൽഫ് എക്സിസ്റ്റന്റ് ആണ്. സെൽഫ് എക്സിസ്റ്റന്റ് ആയ വ്യക്തിയെ എങ്ങനെ സൃഷ്ടിക്കാൻ സാധിക്കും? എറ്റേണൽ, നിത്യമാണ്. അപ്പോൾ എങ്ങനെ ക്രിസ്തുവിന് ഒരു ആരംഭം ഉണ്ടാകും? Above the throne gathered the holy angels. ഈ സമയത്ത് സിംഹാസനത്തിന് ചുറ്റും ദൂതന്മാർ കൂടി. A vast numbered throne, 10,000 times 10,000, and thousands of thousands. The most presence of the most exalted angels as ministers and subjects, rejoicing in the light that fell upon them from the presence of the deity. അപ്പൊ എന്ത് ചെയ്യുന്നു? പതിനായിരക്കണക്കിന് ദൂതന്മാരാണ്. ഏറ്റവും ഉയർന്ന ദൂതന്മാരും എല്ലാ തരത്തിലുള്ള ദൂതന്മാരും എന്ത് ചെയ്തു? അവന് ചുറ്റും കൂടി ഈ പറഞ്ഞ പുതിയ സത്യത്തിൽ അവരെല്ലാവരും സന്തോഷിച്ചു. പക്ഷെ ഒരാൾ മാത്രം സന്തോഷിച്ചില്ല. സന്തോഷിച്ചു. ബിഫോർ ദി അസംബിൾഡ് ഇൻഹാബിറ്റൻസ് ഓഫ് ഹെവൻ, ദി കിങ് ഡിക്ലെയർഡ് ദാറ്റ് നൺ ബട്ട് ക്രൈസ്റ്റ്, ദി ഓൺലി ബിഗോട്ടൻ ഓഫ് ഗോഡ്, could fully enter into his purpose, and to him it was committed to execute the mighty counsels of his will. വേറെ ഒരു സ്വർഗത്തിന് വാസികൾക്കും സാധിക്കാത്ത ഒരു കാര്യമാണ് പിതാവായ ദൈവത്തിന്റെ എല്ലാ തീരുമാനങ്ങളും ആലോചനകളും അവന്റെ ഹിതം ഈ ഭൂമിയിൽ നടപ്പാക്കാനുള്ള കർത്തവ്യം തന്റെ പിതാവിന്റെ ഏകജാതനായ പുത്രനിൽ മാത്രമാണ്. The angels joyfully acknowledged the supremacy of Christ and prostrating themselves before him. ഇതുവരെ ദൂതന്റെ പ്രധാനിയായിട്ട് കണ്ടത് പിതാവേ ദൈവം ക്രിസ്തുവിന്റെ യഥാർത്ഥ സ്ഥാനം കാണിച്ചു കൊടുത്ത സമയത്ത് ക്രിസ്തുവിന്റെ പരമാധികാരിത ദൂതന്മാർ സമ്മതിച്ച് അവന്റെ മുമ്പിൽ നമസ്കരിച്ചു. ആർക്ക് മാത്രമാണ് ആരാധനയും നമസ്കാരവും പോകേണ്ടത്? ദൈവത്തിന്. ദൂതന്മാരെല്ലാവരും ക്രിസ്തുവിനെ നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തു ആരാകുന്നു? ദൈവമാകും. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ ഇത് തന്നെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. പോൾ ഔട്ട് ദ ലവ് ആൻഡ് അഡോറേഷൻ, അവരുടെ സ്നേഹവും അതേപോലെ ആരാധനയും സമർപ്പിച്ചു. ലൂസിഫർ ബോർഡ് വിത്ത് ദം, ലൂസിഫർ എന്ത് ചെയ്തു? മുഴങ്കാൽ മടക്കി. ബട്ട് ഇൻ ഹിസ് ഹാർട്ട് there was a strange fierce conflict, അവന്റെ ഹൃദയത്തിൽ വലിയൊരു സംവാദം ഉണ്ടായിരുന്നു. Yet the Son of God was exalted before him as one in power and authority with the Father. പക്ഷേ ക്രിസ്തു ഉയർത്തപ്പെടുകയും അവൻ പിതാവ് ദൈവത്തിന്റെ ശക്തിയിലും അധികാരത്തിലും അവൻ ഒന്നായിരുന്നു. He was one in power and authority with the Father. He shared the Father's counsel. പിതാവിന്റെ തീരുമാനങ്ങളെല്ലാം തന്റെ ഹിതത്തിൽ എല്ലാം അവന് പങ്കുണ്ടായിരുന്നു. The exaltation of the Son of God as equal with the Father was represented as an injustice to the Lucifer. പുത്രനെ ദൈവത്തിന്റെ ഉയർച്ചയും അതേപോലെ പിതാവുമായിട്ടുള്ള അവൻ അതേ സ്ഥാനം പിതാവ് ഷെയർഡ് ഈക്വൽ വിത്ത് ദ ഫാദർ, പിതാവുമായിട്ട് താൻ സമനാകുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്തു? പിശാചിന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ലൂസിഫറിന്റെ ഹൃദയത്തിൽ അനീതിയായിട്ട് തോന്നി. ഇനി ആന്റി ട്രിനിറ്റേറിയൻസിനും ക്രിസ്തുവിന് ദൈവം എന്ന് പറഞ്ഞാൽ അവർക്ക് അനീതിയായിട്ടാണ് തോന്നുന്നത്. ഈ ആന്റി ട്രിനിറ്റേറിയൻസ് നമ്മോട് വാദിക്കുമ്പോൾ അവർ ഇത് തുറന്നു പറയത്തില്ല ക്രിസ്തു ദൈവമല്ല, ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറയും. പക്ഷെ അവർ ക്രിസ്തു ദൈവമാകുന്നു എന്ന് അവർ ഒരിക്കലും സമ്മതിക്കില്ല. യഹോവ സാക്ഷിക്കാർ എന്നിവർ
പക്ഷെ തിരുവചനം ഇവിടെ നമുക്ക് വ്യക്തമായി ഹൂ ഇറ്റ് വാസ് ക്ലെയിം വാസ് ഓൾസോ എൻടൈറ്റിൽഡ് ടു റെവറൻസ് ആൻഡ് ഓണർ. കാരണം പിശാച് ലൂസിഫർ പറഞ്ഞു, എനിക്ക് ഇതേ അധികാരവും ഈ ആരാധനയും എനിക്കും വേണം. അതാണ് പിശാച് ഇപ്പോൾ ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. There had been no change in the position or authority of the Christ. ക്രിസ്തുവിന്റെ സ്ഥാനത്ത് അവന്റെ അധികാരത്തിലോ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ദൈവത്തിന്റെ തിരുവചനം ഇവിടെ വ്യക്തമാക്കി തരികയാണ്. എന്താ റിവ്യൂ ആൻഡ് ഹെറാൾഡ് എന്ന പുസ്തകത്തിൽ പറയുന്നു, ബട്ട് വൈൽ ഗോഡ്സ് വേർഡ് സ്പീക്ക് ഓഫ് ദി ഹ്യൂമാനിറ്റി ഓഫ് ക്രൈസ്റ്റ് when upon this earth it also speak decidedly regarding his pre-existence. ദൈവത്തിന്റെ തിരുവചനം ക്രിസ്തുവിന്റെ മാനുഷിക തലത്തെക്കുറിച്ച് പറയുമ്പോൾ അതേ സമയം അവൻ മുൻപേ ഉണ്ടായിരുന്നവനാകുന്നു എന്നും തിരുവചനം വ്യക്തമാക്കുന്നു. The word existed as a divine being, as the eternal Son of God, in union and oneness with his Father. ഇന്ത്യയിൽ തിരുവചനം പറഞ്ഞ വചനം ദിവ്യ വ്യക്തി ആയിട്ട് എന്നും ഉണ്ടായിരുന്നു. ഡിവൈൻ ബീങ് മീൻസ് ഗോഡ്. ഈവൻ ആസ് ദി എറ്റേണൽ സൺ ഓഫ് ഗോഡ്, പിതാവിന്റെ നിത്യനാം പുത്രൻ, ഇൻ യൂണിയൻ വൺനെസ് ഫാദർ, അവനായിട്ട് ഐക്യതയും പിതാവുമായിട്ടും ഏകതയിലും അവൻ ഉണ്ടായിരുന്നു. ഫ്രം എവർലാസ്റ്റിംഗ് ഹി വാസ് ദി മീഡിയേറ്റർ ഓഫ് കവനന്റ്. അവൻ നിത്യതയോളം കഴിഞ്ഞ നിത്യത, പാസ്റ്റ് എറ്റേണിറ്റി എന്ന് പറയാം. നമുക്ക് ഇംഗ്ലീഷിൽ ആ വാക്ക് ഉപയോഗിക്കാം, പക്ഷെ മലയാളത്തിൽ നമുക്ക് വാക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. പാസ്റ്റ് എറ്റേണിറ്റി. കാരണം ദൈവം അനാദികാലം മുൻപേ അവൻ ഉണ്ടായിരുന്നു. ഓക്കെ, അനാദികാലം മുൻപേ അവൻ ദൈവത്തിന്റെ ഉടമ്പടിയുടെ മധ്യസ്ഥനായിരുന്നു. The one in whom all the nations of the earth, both Jews and Gentiles, if they accept him, were to be blessed. അവനിൽ യഹൂദന്മാരും പുറജാതിക്കാരും എല്ലാവരും അവനിൽ അനുഗ്രഹിക്കും. If Christ made all things, he existed before all things. ക്രിസ്തു എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചു, അവൻ എല്ലാ കാര്യങ്ങൾക്കും മുമ്പേ അവനുണ്ടായിരുന്നു. The words spoken in regard to this are so decisive that no one need be left in doubt. ഈ കാര്യത്തിൽ നമുക്ക് ഒരു സംശയവും വേണ്ട, കാരണം കാര്യങ്ങൾ അത്രത്തോളം വ്യക്തമാകുന്നു. ക്രൈസ്റ്റ് വാസ് ഗോഡ് എസെൻഷ്യലി ആൻഡ് ഇൻ ദ ഹയസ്റ്റ് സെൻസ്. ക്രിസ്തു ദൈവം തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും ഉയർന്ന അർത്ഥത്തിൽ. ഇതിൽ കൂടുതൽ തെളിവ് നമുക്ക് എന്ത് വേണം? He was with God from all eternity, God over all, blessed for evermore. അവൻ ദൈവത്തോടു കൂടെ അനാദികാലം മുതൽക്കുള്ളവൻ, അവ എല്ലാവരുടെ മേൽ ദൈവവും അവ എന്നും അനുഗ്രഹിക്കപ്പെട്ടവൻ. The Lord Jesus Christ, the divine Son of God, existed from eternity, a distinct person at one with Father. ക്രിസ്തു അനാദികാലം മുതൽ അവനുണ്ട്, അവൻ ഒരു പ്രത്യേക വ്യക്തിയാകുന്നു. ട്രിനിറ്റേറിയൻസ്, കാത്തലിക് ട്രിനിറ്റേറിയൻസ് പറയുന്ന പോലെ അവർ രണ്ടിൽ ഒന്നല്ല, ഇൻ സബ്സ്റ്റൻസ് അവരൊന്നല്ല, പക്ഷെ രണ്ട് വ്യക്തികളും, പക്ഷെ അവരുടെ ഉദ്ദേശത്തിലും അവരുടെ സ്നേഹത്തിലും അവരുടെ സ്വഭാവത്തിലും അവർ ഒന്നായിരുന്നു. The Review and Herald. ഇനി ക്രിസ്തുവിന്റെ മാനുഷിക തലത്തിലേക്ക് നമുക്ക് വരാം. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന സമയത്ത് അവന്റെ നേച്ചർ എന്തായിരുന്നു? ക്രിസ്തുവിന്റെ പ്രാകൃതം എന്തായിരുന്നു? ക്രിസ്തുവിന്റെ പ്രകൃതം എന്തായിരുന്നു? ഇന്ന് ചില ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ വാദിക്കുന്നു അവൻ പാപത്തിന് മുൻപുള്ള ആദാമാണ്, ആദാമിനെ പോലെയാണ്. ചില ക്രിസ്ത്യാനികൾ വാദിക്കുന്നു പാപത്തിന് ശേഷമുള്ള ആദാമിനെ കുറിച്ചാണ്. എന്താണ് സത്യം? ഓക്കെ, ഒരു കൊട്ടേഷൻ ഇങ്ങനെ പറയുന്നു, ലെറ്റ് ദ ചിൽഡ്രൻ ബെയർ ഇൻ മൈൻഡ് ദാറ്റ് ചൈൽഡ് ജീസസ് ഹാഡ് അപ്പോൺ ഹിംസെൽഫ് ഹ്യൂമൻ നേച്ചർ ആൻഡ് വാസ് ഇൻ ദ ലൈക്ക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലഷ് ആൻഡ് വാസ് ടെംപ്റ്റഡ് ഓഫ് സേറ്റൻ ആസ് ഓൾ ചിൽഡ്രൻ ടെംപ്റ്റഡ്. എല്ലാ കുട്ടികളും മനസ്സിൽ വയ്ക്കണം, കുട്ടിയായിരുന്ന ക്രിസ്തുവിന് അവനിൽ മാനുഷിക സ്വഭാവം അവനിൽ ഉണ്ടായിരുന്നു. അവൻ നമ്മുടെ പാപം നമുക്ക് പാപത്തിൽ വീണ്ടുമ്പോൾ അതേ ശരീരമാണ്, സിൻഫുൾ ഫ്ലഷ് അവനുണ്ടായിരുന്നു. അവൻ പിശാചിനെ നമ്മൾ ഏതെല്ലാം കാര്യങ്ങളിൽ കുട്ടികളെ ഏതെല്ലാം കാര്യങ്ങളിൽ പരീക്ഷിക്കപ്പെടും, ആ കാര്യങ്ങളെല്ലാം ക്രിസ്തുവും പരീക്ഷിക്കപ്പെട്ടു. അടുത്തത്, he suffered every phase of trial and temptation with which humanity is beset. മനുഷ്യരാശി നേരിടുന്ന ജീവിതത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളും എല്ലാ പ്രതിസന്ധികളും അവനും അനുഭവിച്ചു. Christ, the spotless Son of God, honored humanity by taking upon himself the fallen human nature. ക്രിസ്തു പാപം ചെയ്യാത്ത ദൈവത്തിന്റെ പുത്രൻ മനുഷ്യരാശി അവൻ ബഹുമാനിച്ചു. എങ്ങനെ? വീണുപോയ മനുഷ്യന്റെ നേച്ചറാണ് അല്ലെങ്കിൽ പ്രകൃതമാണ് അവൻ എടുത്തത്. He
took upon him our sinful nature. നമ്മുടെ പാപത്തിൽ വീണ അതേ പ്രകൃതമാണ് അവൻ ഏറ്റെടുത്തത്. He took human nature. അവൻ മനുഷ്യപ്രകൃതി എടുത്തു. He became flesh even as we are. നമ്മൾ എങ്ങനെയാകുന്നു അതേ ജഡമാണ് അവനും എടുത്തത്. Every temptation that could be brought against the fallen humanity, he met and overcame. വീടുപോയ മനുഷ്യർ ഏതെല്ലാം പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കോ അതെല്ലാം അവനും അഭിമുഖീകരിച്ചു, അതിനെ അതിജീവിച്ചു. Had he not been fully human, he could not have been our substitute. Clear? അവൻ നമ്മളെ പോലെ പരിപൂർണ മനുഷ്യനല്ലായിരുന്നുവെങ്കിൽ അവന് ഒരിക്കലും നമ്മുടെ പകരക്കാരനാകാൻ സാധിക്കില്ല. അടുത്ത ഡിസൈർ ഓഫ് ഏജസിൽ പറയുന്നത്, for 4,000 years the race has been decreasing in the physical strength, in mental power and in moral worth, and Christ took on upon him the infirmities of degenerate humanity. 4000 വർഷത്താൽ മനുഷ്യരാശിയുടെ ശാരീരിക ശക്തി, അതേപോലെ മനസ്സിന്റെ ശക്തി, അതേപോലെ സാൻമാർഗികത, ഇത് എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തു ഇതാ 4000 വർഷം പഴക്കമുള്ള വീഴ്ച വഹിച്ച മനുഷ്യ ശരീരമാകുന്നു ക്രിസ്തു എടുത്തത്. അപ്പോൾ ക്രിസ്തു ഏത് പ്രകൃതമാണ് എടുത്തത്? വീണുപോയ ആദാമിന്റെയാണോ വീഴാത്ത ആദാമിന്റെയാണോ? വീണുപോയ ആദാം. തിരുവചനം നമുക്കിത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിലേക്ക് ഞാൻ കടക്കും മുമ്പ്, only thus he could rescue man from the lowest depth of his degradation. അങ്ങനെ മാത്രമേ മനുഷ്യനെ അവന്റെ വീഴ്ചയുടെ അകാലത്തിൽ നിന്നും അവനെ ഏറ്റെടുക്കാൻ സാധിക്കൂ. കാരണം ഇത് തന്നെ ദൈവത്തിന്റെ തിരുവചനം നമുക്ക് വ്യക്തമാക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14 മുതൽ 16. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14 മുതൽ 16 വാക്യം. ആകയാൽ ദൈവപുത്രനെ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളത് കൊണ്ട് നാം അവരുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപാനുമായ ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുക. നമുക്ക് എന്തുകൊണ്ടാണ് അവനോട് സ്വീകാരമുള്ളത്? എന്തുകൊണ്ടാണ് അവൻ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായത്? നമ്മൾ കാരണം എന്തുകൊണ്ടാണ്? 15-ാം വാക്യം, നമുക്ക് മഹാപുരോഹിതൻ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അവൻ നമ്മോട് സഹതാപം കാണിപ്പാൻ കഴിയാത്തത് എന്തുകൊണ്ട്? തുടർന്ന് പറയുന്നു, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി സമമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. ക്രിസ്തു നമുക്കുള്ള മഹാപുരോഹിതനാണ്. നമുക്കുള്ള 2 കാര്യം ക്രിസ്തു ചെയ്യുകയാണ്. നമ്മുടെ പകരക്കാരനായ ക്രൂശിൽ മരിക്കുന്നു. അതേപോലെ നമുക്ക് വേണ്ടി പിതാവിന്റെ അടുക്കൽ മധ്യസ്ഥ ശുശ്രൂഷ കർത്താവ് യേശു ക്രിസ്തു ചെയ്യുന്നു. ആ കർത്താവ് യേശു ക്രിസ്തുവിന് മനുഷ്യനായിട്ടിരിക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പരീക്ഷണം എന്താണെന്ന് ക്രിസ്തുവിനറിയാം. നമ്മളുടെ അനുഭവം എന്താണ് ക്രിസ്തുവിനറിയാം. അതുകൊണ്ട് നമുക്ക് വേണ്ടി വാദിക്കും. നമ്മുടെ വേദന അറിയാൻ പറ്റുന്ന ദൈവമാണ് നമുക്ക് സ്വർഗത്തിലുള്ള. ചില നിരീശ്വരവാദികൾ പറയാറുണ്ട്, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമായിട്ട് എനിക്ക് എന്ത്, നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, കഷ്ടം സഹിക്കുന്നു. പക്ഷെ നമ്മുടെ ക്രിസ്തു, നമ്മുടെ മഹാപുരോഹിതൻ, നമുക്ക് തുല്യമായി എല്ലാം പരിചയപ്പെട്ടു. പക്ഷെ അവനിൽ പാപമില്ലായിരുന്നു. നമ്മുടെ അതേ പാപത്തിന്റെ ജഡം അവനുണ്ടായിരുന്നു. ഹി ഹാഡ് ദ പ്രൊപ്പൻസിറ്റി സിൻ. അവന് വേണമെങ്കിൽ പാപം ചെയ്യാമായിരുന്നു. പാപത്തിലേക്ക് വീഴുന്ന ഒരു ജഡമായിരുന്നു ക്രിസ്തുവിനുണ്ടായിരുന്നത്. പക്ഷേ അവനിൽ പാപമില്ലായിരുന്നു. കാരണം ക്രിസ്തു ഒരിക്കൽ പോലും പാപം ചെയ്തില്ല. അങ്ങനെ നമ്മുടെ പകരക്കാരനായി ക്രിസ്തു മാറും. ക്രിസ്തു വേറൊരു കാര്യവും ഇതായിട്ട് കൂടിക്കാണുന്ന ഒരു കാര്യമാണ്, കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് ട്രിനിറ്റേറിയൻസ് വാദിക്കുന്നത്, അല്ല ചിലപ്പോൾ ആന്റി ട്രിനിറ്റേറിയൻസിനും ഇപ്രകാരം വാദമുണ്ടായിരിക്കാം, എനിക്ക് ഉറപ്പില്ല. പക്ഷേ ട്രിനിറ്റേറിയൻസ് പ്രധാനമായിട്ടും കാത്തലിക് ട്രിനിറ്റേറിയൻസ്, ഞാൻ ട്രിനിറ്റേറിയൻ എന്ന് പറയുമ്പോൾ കാത്തലിക് ട്രിനിറ്റേറിയൻസ് വാദിക്കുന്ന സത്യം എന്ന് പറയുന്നത്, അവരുടെ വാദം എന്ന് പറയുന്നത് സത്യമല്ല. അവരുടെ വാദം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന് സിൻലെസ് നേച്ചർ എന്നുണ്ടായിരുന്നു, വീഴാത്ത ആദാമിന്റെ സ്വഭാവം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ക്രിസ്തു അങ്ങനെ ആകണമെങ്കിൽ തന്റെ മാതാവും അപ്രകാരമാകണം. കാരണം ഒരു പുത്രനെ കിട്ടുന്നത് തന്റെ മാതാപിതാക്കളിൽ നിന്നാണ്. പിതാവില്ലാതെയാണ് ജനിച്ചത്, കാരണം കന്യക ഗർഭം ധരിച്ചാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? മാതാവ് അപ്രകാരമാകണം. അങ്ങനെയാണ് ഇമാക്കുലേഷൻ ഓഫ് മേരി എന്ന കോൺസെപ്റ്റ് വന്നത്. മറിയ പാപം ചെയ്യാത്തവളായിട്ട് അവളെ ദൈവമായിട്ട് വാഴ്ത്തുന്നത്. കാരണം അവളുടെ പുസ്തകത്തിൽ തന്നെ അവരുടെ ഫെയ്ത്ത് ആൻഡ് കാത്തലിക് ബിലീഫ് എന്ന പുസ്തകത്തിൽ 214 പുറത്തിൽ പ്രകാരം പറയുന്നത്, ദ ഒഫീഷ്യൽ ആൻഡ് ഇൻഫാലിബിൾ ഡോക്ട്രിൻ ഓഫ് ദ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ആസ് സോളംലി ഡിഫൈൻഡ് ആസ് an article of faith by Pope Pius IX, speaking ex cathedra on 8 December
1854 is as follows. അപ്പോൾ പോപ്പ് പറയുന്നത്, പോപ്പ് പയസ്, by the authority of our Lord Jesus Christ and of the blessed apostles Peter and Paul, and by our own authority we declare, pronounce and define. ക്രിസ്തുവിന്റെ അധികാരത്താൽ, പത്രോസും പൗലോസും അടങ്ങുന്ന ശിഷ്യന്മാരുടെ അനുഗ്രഹത്താൽ, അതേപോലെ നമ്മുടെ സ്വന്തം അധികാരത്തിൽ അവർ ഇവിടെ അനൗൺസ് ചെയ്യാണ്, അവർ പ്രഖ്യാപിക്കുകയാണ്, that the doctrine which hold the most blessed Virgin Mary in the first instant of her conception, by a special grace and privilege of Almighty God, in the view and merit of Jesus Christ, the Savior of mankind, was preserved free from all stains of original sin. കാരണം ക്രിസ്തുവിനെ താൻ ഗർഭം ധരിക്കുന്ന ആ നിമിഷം മുതൽ അവൾക്ക് ദൈവത്തിന് വലിയ കൃപയും പ്രത്യേക സ്ഥാനങ്ങളും അവൾക്കുണ്ടായിരുന്നു. കാരണം ആദാമിൽ നിന്ന് പാപം സകല മനുഷ്യരാശിയിലേക്ക് വന്നു. ആ പാപത്തിന്റെ ഒരു കളങ്കമോ അവളിൽ ഇല്ല. ഹാസ് ബീൻ റിവീൽഡ് ബൈ ഗോഡ് ആൻഡ് therefore is to be firmly and steadfastly believed by the faithful. ഇത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് തന്നെ വിശ്വസിക്കണം. അതേപോലെ അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത്, at the general audience of Wednesday 12 June, Holy Father Pope John Paul II, okay, ജോൺ പോൾ രണ്ടാമൻ എന്ന പോപ്പ് ഇപ്രകാരം പറയുന്നുണ്ട്. അല്ലെ ചില കോട്ടം ഞാൻ മാത്രമേ പറയൂ. The blessed Virgin Mary, from the first moment of her conception, by a singular grace and privilege of Almighty God, and in the views of the merits of Jesus Christ, ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹവും കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യേക സ്വഭാവവും വെച്ച്, the Savior of the human was preserved free from every stain of original sin, is a doctrine revealed by God. ആദ്യത്തെ ഞാൻ വായിച്ച കൊട്ടേഷൻ, മേരി എല്ലാ സിനിൽ നിന്നും വെളിയിലായിരുന്നു. അതേപോലെ ക്രിസ്തു എവരി സ്റ്റേൻ ഓഫ് ഒറിജിനൽസിൽ നിന്നും വെളിയായിരുന്നു. ഹി വാസ് പ്രിസർവ്ഡ് ഫ്രീ. അവനെ ദൈവം സംരക്ഷിച്ചു എല്ലാ പാപത്തിൽ നിന്നും. ഇതാകുന്നു കാത്തലിക്സ് പറയുന്നത്. ഇതിന് അലോൺസോ ടി ജോൺസ് ഇതിനെതിരെ പറയുന്നതാണ് തന്റെ പുസ്തകത്തിൽ. ദിസ് കൺസെപ്ഷൻ ഈസ് ഡിഫൈൻഡ് ബൈ ദ കാത്തലിക് റൈറ്റേഴ്സ് ദാസ് the ancient writer the Nativitate Christi found in the Saint Cyprian work says, because Mary being very different from the rest of mankind, human nature, but not sin, communicate itself to her. ഇവിടെ പറയുന്ന സാരം എന്ന് പറഞ്ഞാൽ മറിയ ബാക്കി എല്ലാ മനുഷ്യരെ പോലെ വ്യത്യാസമെന്ന്, കാരണം അവളിൽ പാപം ഇല്ലായിരുന്നു. Theodore, Patriarch of Jerusalem, said in the Second Council of Nice that the Mary is truly the mother of God and virgin before and after childbirth. ക്രിസ്തു യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മാതാവാകുന്നു. അവൾ കന്യകയായിരുന്നു ക്രിസ്തുവിന് ജന്മം കൊടുത്തതിന് ശേഷം അതിനു മുൻപും. ആൻഡ് ഷി വാസ് ക്രിയേറ്റഡ് ഇൻ എ കണ്ടീഷൻ മോർ സബ്ലൈം ആൻഡ് ഗ്ലോറിയസ് ദൻ ഓൾ ദി നേച്ചർ, വെദർ ഇന്റലക്ച്വൽ ഓർ കോർപ്പറൽ. തിയോഡർ പാട്രിയാർക്ക് ഓഫ് ജെറുസലേം പറഞ്ഞത് സെക്കൻഡ് കൗൺസിൽ നീസിൽ പറഞ്ഞ കാര്യമാണത്, അല്ലാതെ അലോൺസോ ടി ജോൺസ് നമ്മുടെ അഡ്വന്റിസ്റ്റ് പറയുന്നത് പറഞ്ഞതല്ല. അവൻ ഇങ്ങനെ പറയുന്നു എന്ന് അലോൺസോ ടി ജോൺസോട് പറയുകയാണ്. ക്രിസ്തു എന്ത് ചെയ്യുന്നത്, മേരി എന്ന് പറയുന്നത് യഥാർത്ഥ ദൈവത്തിന്റെ മാതാവ് തന്നെയാണ്. അവൾക്ക് ഒരു പ്രത്യേക തരം ഒരു കണ്ടീഷൻ, പ്രത്യേക രീതിയിൽ അവളെ സൃഷ്ടിച്ചത്. ബാക്കി എല്ലാ പ്രകൃതിയേക്കാൾ മേളിലാണ് അവളെ സൃഷ്ടിച്ചത്. കാർഡിനൽ ജെയിംസ് ഗിബൻസ് അദ്ദേഹം ഇപ്രകാരം ടോക്കിംഗ് ടു ഹിംസെൽഫ് അബൌട്ട് ഫ്രം എ മെറ്റേണൽ വൂം എ ഹ്യൂമൻ നേച്ചർ ഓഫ് ദ സെയിം സബ്സ്റ്റൻസ് വിത്ത്. ട്രിനിറ്റിയുടെ അതേ കോൺസെപ്റ്റ് ആണ് കോൺസബ്സ്റ്റൻസിയേഷൻ. ക്രിസ്തുവിന്റെ അതേ പ്രകൃതമാണ് ആർക്കുണ്ടായിരുന്ന, മേരിക്കും ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ കൊട്ടേഷനും ഞാൻ ഇവിടെ വായിക്കുന്നില്ല. പക്ഷേ ഇതിനെ എതിരെ ഇപ്രകാരം പറയുന്നു, നോ പുട്ട് ദിസ് ടു തിങ്സ് ടുഗദർ. ഫസ്റ്റ് we have the nature of Mary defined as the being not only very different from the rest of mankind but more sublime and glorious than all nations. ഈ കാര്യം നമ്മൾ ആദ്യം ഓർക്കുക. അവർ പറയുന്നത് മേരി എന്ന് ബാക്കിയുള്ള എല്ലാ മനുഷ്യരാശിക്കാൾ വ്യത്യാസം മാത്രമല്ല, കൂടുതൽ വിശുദ്ധിയും അതേപോലെ പ്രഭയും ഉള്ള വ്യക്തിയാണ്. thus putting her infinitely beyond any real likeness or relationship to mankind as we really are. അതുകൊണ്ട് നമ്മളാകുന്ന മനുഷ്യരാശി അല്ലെങ്കിൽ നമ്മളാകുന്ന ശരീരവുമായിട്ട് ഒരു ബന്ധവും അവൾക്കില്ലായിരുന്നു. നെക്സ്റ്റ് we have Jesus described as taking from a human nature of the same substance as her. അതേപോലെ ക്രിസ്തു അവളിൽ നിന്ന് അതേ സബ്സ്റ്റൻസ് ആണ് അല്ലെങ്കിൽ അതേ പ്രകൃതം എടുത്ത് വരുന്നു. From this theory it therefore follows certainly to make for that in his human nature Lord Jesus is very different from mankind. Indeed his nature is not the human nature at all but divine. ഈ തിയറി അനുസരിച്ച് അവർ വാദിക്കുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യരൂപം എടുത്ത് വന്നാലും അവൻ യഥാർത്ഥത്തിൽ മനുഷ്യനേക്കാൾ അവൻ മനുഷ്യനിലായിരുന്നു, അവൻ ദൈവം തന്നെയായിരുന്നു. എല്ലാ മനുഷ്യനേക്കാൾ വ്യത്യാസമായിരുന്നു, കാരണം അവന് പാപമില്ല. ദാറ്റ് ഈസ് റോമൻ കാത്തലിക് ഡോക്ട്രിൻ കൺസേൺ ദ ഹ്യൂമൻ നേച്ചർ ഓഫ് ക്രൈസ്റ്റ്.
But the Catholic faith is not the faith of Christ, it is the faith of Antichrist. ഇത് അന്തിക്രിസ്തുവിന്റെ വിശ്വാസമാണ്. ഇതാണ് കാത്തലിക്സിന്റെ വിശ്വാസം ക്രിസ്തുവിന്റെ പ്രകൃതിയെക്കുറിച്ച്. ക്രിസ്തുവിന് എന്ത് പ്രകൃതമാണുള്ള 4000 വർഷത്താൽ വീഴ്ച ഭവിച്ച മനുഷ്യ ശരീരത്തിന് അതേ പ്രകൃതമായിരുന്നു ക്രിസ്തുവിന് ഉള്ളത്. E.J. വാഗ്നർ അദ്ദേഹം ഇപ്രകാരം പറയുന്നു, ഡു യു ബിലീവ് ഇൻ ദി ഇമാക്കുലേറ്റ് കോൺസെപ്ഷൻ? ഇവിടെ ചോദിക്കുകയാണ് ചോദ്യമായിട്ട്, ഇമാക്കുലേറ്റ് കോൺസെപ്റ്റ് മേരിയുടെ വിശുദ്ധമായിട്ടുള്ള ഉദ്ഭവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ലെറ്റ് മീ ആസ്ക് യു, ഡു യു നോ ദാറ്റ് ദാറ്റ് ടേം മീൻസ്? ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ കൊട്ടേഷൻസ് ഞാൻ പറയാം, ഞാൻ ഫുള്ളും വായിക്കുന്നില്ല. ക്രിസ്തു മേരിയിൽ നിന്ന് അതേ പ്രകൃതം എടുത്തു. ക്രിസ്തു പാപത്തിൽ നിന്നും എല്ലാം ഫ്രീ ആയിരുന്നുവെങ്കിൽ മേരിയും അതേപോലെ ഫ്രീ ആകണം, എല്ലാത്തിൽ നിന്നും വ്യത്യാസമായിരിക്കണം. മേരി അതേപോലെ വ്യത്യാസമാണ്. മേരിയുടെ മാതാവ് അപ്രകാരം വ്യത്യാസമാണ്. മേരിയുടെ മാതാവ് അപ്രകാരം വ്യത്യാസമാകണമെങ്കിൽ ആ മേരിയുടെ മാതാവിന്റെ മാതാവും അങ്ങനെ ആ തലമുറ മുഴുവനും വ്യത്യാസമുള്ളതായിട്ട് തലമുറയായിട്ട് മാറണം. അതൊരിക്കലും നമ്മുടെ മനുഷ്യ ചിന്തയ്ക്ക് ഒതുങ്ങുന്നില്ല. ഇതാകുന്നു കാത്തലിക്സിന്റെ ഡോക്ടർ. യശയാവിന്റെ പ്രവചനത്തിൽ അവൻ വീരനാൻ ദൈവമാണ്, അവൻ മഹാപ്രഭുവാണ്. കർത്താവെ യേശു ക്രിസ്തു ദൈവമാകുന്നു എന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്പിരിറ്റ് ഓഫ് പ്രൊഫസറിലൂടെ ഈസ് എസെൻഷ്യലി ഗോഡ്. അതിൽ വചനമുണ്ടായിരുന്ന വചനം ദൈവമായിരുന്നു, അവൻ ദൈവത്തോട് വചനം ദൈവമായിരുന്നു, ദൈവത്തിന്. അതേപോലെ എബ്രാഹിം ലേഖനത്തിൽ പറഞ്ഞാൽ അവനെ കൊള്ളാതെ ഒന്നും സൃഷ്ടിച്ചില്ല, സകല ദൂതന്മാർ അവനെ ആരാധിച്ചു എന്ന് പറയുന്നു. പേട്രിക്സ് ആൻഡ് പ്രൊഫസർ എന്ന പുസ്തകത്തിലും ദൂതന്മാരെല്ലാം വീണ് അവനെ ആരാധിക്കുന്നു. ആരാധന ദൈവത്തിന് മാത്രമാണ്. ആന്റി ട്രിനിറ്റേറിയൻസ് ആയിട്ടുള്ള വാദം അവർ തുറന്നിത് പറയത്തില്ല ക്രിസ്തു ദൈവമല്ല, അവ ദൈവത്തിന്റെ പുത്രൻ. ക്രിസ്തു ആരാന്ന് വെച്ചാൽ ദൈവത്തിന്റെ പുത്രൻ. കാരണം ഞാൻ അങ്ങനെ വാദിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ക്രിസ്തു ആരാകുന്നു ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞ് അവർ അതിന് ഫുൾ സ്റ്റോപ്പ് ഇടും. അവർ കൂടുതൽ വാദിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഇന്ന് അവർ പറയാതെ പറഞ്ഞ സത്യത്തെ എത്രത്തോളം സത്യമല്ല, അത് അസത്യമാകുന്നുവെന്ന് സ്പിരിറ്റ് ഓഫ് പ്രൊഫസറിൽ കൂടെ ദൈവത്തിന്റെ തിരുവചനത്തിൽ കൂടെ ഞാൻ അറിയിച്ചു തന്നു. നാളെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വ്യക്തിയാകണോ അതോ വെറും ശക്തിയാകുന്നു? തിരുവചനത്തിൽ കൂടെ നമ്മൾ പരിശോധിക്കും, സ്പിരിറ്റ് ഓഫ് പ്രൊഫസറിന്റെ കൊട്ടേഷനിൽ കൂടെ നമ്മൾ പരിശോധിക്കും. ഈ പഠനം ആരും മിസ് ചെയ്യാതിരിക്കുക. അതിനുശേഷമുള്ള ഇതിന്റെ ട്രിനിറ്റിയുടെ സീരീസിന്റെ ലാസ്റ്റ് എപ്പിസോഡ്, അതിനുശേഷമുള്ള എപ്പിസോഡാണ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആയിരിക്കും. അതൊരു പാനൽ പോലെയാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. കുറെ ക്വസ്റ്റ്യൻസ് ആന്റി ട്രിനിറ്റേറിയൻസ്, സെവൻത് അഡ്വന്റിസ്റ്റ് ആന്റി ട്രിനിറ്റേറിയൻസ് കുറെ ചോദ്യത്തിന്റെ ലിസ്റ്റ് നമുക്കുണ്ട്. ആ ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇതിൽ പറയുന്നത്. പക്ഷെ അതിന്റെ കൂടാതെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ചോദ്യം ഫേസ്ബുക്കിന്റെ നമ്മുടെ ആർക്കോ പ്രൊഫസി എന്ന പേജിൽ കൂടിയോ യൂട്യൂബ് ചാനലിൽ കൂടെ കമന്റ് ബോക്സിൽ കൂടി നിങ്ങൾ ഈ ചോദ്യം നമ്മളെ എഴുതി അറിയിക്കുക. ദൈവത്തിന്റെ സഹായത്താൽ, ദൈവനാമ സഹായത്താൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് ഇന്നു മുതൽ നിങ്ങൾ ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉള്ളത് അയച്ചത് നിങ്ങൾക്ക് ഈ ക്ലാസ്സിലും എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നുവെങ്കിൽ. കാരണം നമ്മൾ വിശ്വസിക്കുന്നതിന്റെ ദൈവം തിരുവചനം പറയുന്നത് നമ്മുടെ വിശ്വാസം എന്താകുന്നുവെന്ന് സൗമ്യതയുടെ ആത്മാവ് നമുക്ക് പറയാൻ സാധിക്കണം. ആ ദൈവം തിരുവചനം പറയുന്നത് ക്രിസ്തു ദൈവം തന്നെയാണ്. ട്രിനിറ്റി, നമ്മൾ വിശ്വസിക്കുന്ന ട്രിനിറ്റി എന്താകുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്രിസ്തു അതിൽ പിതാവായ ദൈവമായിട്ട് അതേ സമനായ ദൈവം തന്നെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമുക്ക് നിമിഷം പ്രാർത്ഥിച്ചത് അവസാനിപ്പിക്കാം, കണ്ണുകളടയ്ക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടികളുടെ വാത്തോട്ടല്ലേ പിതാവേ, അടികളുടെ സന്നിലേക്ക് പിതാവെ കടന്നു വരുന്നു. ദൈവമേ, ഈ സമയം വരെ ദൈവത്തിന്റെ സാന്നിധ്യം അടികളുടെ കൂടെയിരുന്നു. പിതാവെ, ക്രിസ്തു ആരാകുന്നു എന്ന് നിന്റെ വചനത്തിൽ കൂടെയും പ്രവാചകരുടെ നീ സംസാരിച്ച വചനത്തിൽ കൂടെയും അടിയങ്ങൾക്ക് കാട്ടിത്തന്നു. ദൈവമേ, ഈ സത്യം നമ്മുടെ ഹൃദയത്തിൽ ഒരു കാര്യം, ഈ വാദവുമായിട്ട് ഏതെങ്കിലും സഹോദരങ്ങൾ നമ്മുടെ അടുക്കൽ വരുമ്പോൾ നമുക്ക് സൗമ്യതയുടെ ആത്മാവോടെ അവരോട് ഉപദേശിക്കാനുമുള്ള ഈ സത്യത്തെ ഇത് കേൾക്കുന്ന ഓരോ ഹൃദയത്തിലും നീ എഴുതാൻ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവെ, അടിയങ്ങൾ ചോദിച്ചൽ കുറവാണെങ്കിലും കൂടാതെ നമുക്കൂടെ നിറയ്ക്കണമെന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും യേശുവിന്റെ നാമത്തിൽ തന്നെ.